ചിലപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ഇപ്പം നന്നാക്കും എന്നാണോ വിചാരം? പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങൾ തിരിച്ചു പറഞ്ഞേക്കണം. ഈ ധൈര്യത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യത്തോടെ പറഞ്ഞേക്കണം. അടുത്ത വാക്ക് ഇങ്ങനെയാണ് പൗലോസിലെ പറയാ. 29 വാക്യം പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല, ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെപ്പോലാകണം എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം ഈ തർക്കുത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജാവാണ് ചോദിക്കുന്നത്, നിനക്കെന്നാ, നിന്റെ വിചാരം എന്നാ? നിന്റെ ഈ ഒരു പ്രസംഗം കാരണം ഞാൻ മാനസാന്തരപ്പെടുമോ? ഞാൻ ക്രിസ്ത്യാനിയാവുമോ? അത് എളുപ്പമെന്നാണ് നിന്റെ വിചാരിക്കുന്നത്? പൗലോസിനെയാണ്, എടാ രാജാവേ, എളുപ്പത്തിലായാലും ഇച്ചിരി കഷ്ടപ്പെട്ടാണേലും നീ മാത്രമല്ല, ഈ കേട്ടിരിക്കുന്ന സകലരും. കോമഡി എന്താണെന്നറിയോ? ചങ്ങലക്കിട്ടേക്കാണ്. ഈ ചങ്ങലയുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഇത് മാനസാന്തരപ്പെടുമെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ ഇവിടെ ഇരിക്കുന്ന സകല അണ്ണന്മാരും എന്നെപ്പോലാവണം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ പ്രഘോഷിക്കുന്നവരാകണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ.